ഡോക്ടർ വിളിക്കുന്നു. സുപ്രഭാതം ഡോക്ടർ. നമസ്കാരം. ഇരിക്കൂ. എന്താ? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. പറയൂ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഡോക്ടറോട് യാതൊരു വിരോധവും ഇല്ല. ആ പ്രസിഡന്റിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ചില ഈശാപോശയൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ ഫ്രാൻസ്, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാനും കവലയിൽ ചുറ്റിത്തിരിയാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. യുനോ, ഹെഡ ഖലന്താറിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ DIG ഒക്കെ ആയിരുന്നു എന്റെ കമ്പനി. ഇവിടുത്തെ സ്റ്റാറ്റസ് ഇല്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ കറവ പറ്റിയ പശുക്കളെ എന്താ ചെയ്യുക? കട്ട് ചെയ്യണം, എന്താ അറക്കാൻ കൊടുക്കണം. ആ, അതുപോലെ കറവ പറ്റിയ ഒരു പശു അല്ലേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആരും എഡ്യൂക്കേറ്റഡ്? നാണപ്പൻ പഞ്ചായത്ത് മെമ്പറ. എന്താ? വാട്ട് ഹാപ്പൻ? വൈ ആർ യു ക്രൈയിങ് ഉൽപ്പൻ? ഈ പാവം ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇതിന്റെ പ്രസിഡന്റ് ആകാൻ കൊതിച്ച് നടക്കുന്ന ആളാ. അതെങ്ങനെ? പ്രസിഡന്റ് പുല്ല് തിന്നത്തുമില്ല, പട്ടിയെ വിട്ട് തീറ്റിക്കത്തുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ പഞ്ചായത്തിന്റെ നടക്കൽ ഞങ്ങൾ ഒരു സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുക. ഡോക്ടർ ആ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു തരണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാരും 10 മെമ്പർമാരും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഓഹോ, അതാണോ കാര്യം? ആ, ഈ കരഞ്ഞു കാണിക്കലും നാടകങ്ങളും ഒന്നും എന്റെ അടുക്ക വേണ്ട. എടോ, കർമ്മം ചെയ്യണം. ഒന്നുകിൽ കുറെ പുസ്തകങ്ങൾ വായിക്കണം. നോളജ് ഈസ് പവർ. अपने अंधे माता पिता को कामर में बैठ करते तीर्थयात्रा चित्र देखा. 1857 മെയ് 10 മീററ്റിലെ പട്ടാളക്കാർ ഒന്നടങ്കം വിളകി. ഒരു പെണ്ണിന്റെ പിന്നാലെ റാണി സംയുക്ത യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുത്തം കുളിമുറിൽ എഴുന്നേറ്റോടി. ആർക്കമഡീസ് അശോക ചക്രവർത്തി ചോലമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. രാജാറാം മോഹൻ റായ് സതി സമ്പ്രദായം നിർത്തലാക്കി. അങ്ങനെ എന്തെങ്കിലും നിർത്തലാക്കി ഇങ്ങോട്ട് വരൂ. പ്രസിഡന്റ് ആവാൻ വന്നിരിക്കണം. ബാല, എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ പോടാ. എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ഈ പാറകളുടെ കൂടെ കൂടി നശിക്കും. വൃത്തികെട്ടവൻ. ആ, ഭൈരവ, ആരാ വന്നത്? എന്താ? അമ്മാവനെന്ന് പറഞ്ഞ ആരോ ഒരുത്തൻ വന്നു അറിഞ്ഞു. ആരാ? തനിക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം. തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനാ. തന്റെ പുറകെ വല്ല കള്ളനെ പിടിച്ചു പറിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലുണ്ടല്ലോ. താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്റെ നിലനിൽപ്പിന് വേണ്ടിട്ടാ. എന്നെ കാണാൻ പലരും വരും പോവും. അതൊന്നും താൻ അന്വേഷിക്കണ്ട. ഒന്ന് പോണോടുന്നു. അല്ല, അയാൾ ആരാണെന്ന്? അയാൾ എന്റെ അച്ഛനാ. തനിക്ക് വേണോ കുറച്ച് ദിവസത്തേക്ക്? ഒന്ന് പോണോടുന്നു. മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കും. ആരാ വന്നേ? അവന്റെ അമ്മേനെ ഞാൻ എവിടെയാ കട്ടെടുത്ത സാധനങ്ങള്? കട്ടെടുത്ത സാധനങ്ങൾ എവിടെയാണ്? എന്ത് സാധനം? ഒന്നും അറിഞ്ഞില്ലല്ലേ? കഴുത്തുനിന്ന് വിടറ. എന്താന്ന് വായിച്ചു നോക്കടാ. വായിച്ചു നോക്ക്. തലക്കെട്ട് വായിച്ചില്ലല്ലോ, അപ്പോഴേക്ക് മേടിച്ചോ? താഴോട്ട് വായിച്ചില്ലല്ലോ. മോഷണ ശ്രമേ നടന്നിട്ടുള്ളൂ, അപ്പോഴേക്ക് ഞാനാണെന്ന് മനസ്സിലാക്കിയല്ലേ? ജനലി വളച്ച് അതിനകത്തൂടെ നൂണ്ട് കയറാൻ നീയല്ലാതെ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല. അപ്പോഴേക്ക് അവർ ഉണർന്നുപോയി. തടി കൊണ്ട് രക്ഷപ്പെട്ട ഭാഗ്യം. എടാ കഴിവേരുടെ മോനെ, അവര് നിന്നെ കണ്ടു കാണും. നിന്നെ തപ്പി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോണം. എന്നെ കണ്ട നേരത്തോടെ അവരെന്നെ പൊക്കിയേനെ. പരിചയമുള്ള ആൾക്കാരല്ലേ. അഥവാ വരട്ടെ, അവര് തന്നെയും പൊക്കും. ഒരു വെടിക്ക് 2 പക്ഷി വേണ്ട. ഒരു വെടിക്ക് 2 പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല. ഒരു പക്ഷി മതി. മതി. ആ പക്ഷി നീ അയക്കോ. എന്താ ആ പക്ഷി നീ അയക്കോന്ന്. എടാ വേലായുധം കുട്ടി, ഓ, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ സമയമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നീ ആയിട്ട് എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. കയറ് മുറുക്കെ പിടിച്ച ആന്ത്രാസേ, രണ്ടിലൊന്നും അറിയണം. ധൈര്യമായിട്ട് വാ. ആർക്കറിയാം, ചിലപ്പോ ഈ കണ്ണ് കാരണമായിരിക്കും പ്രസിഡന്റ് കസേര തെറിക്കാൻ പോണത്. പ്രസിഡന്റിന്റെ ബോഫേഴ്സ് ഈ കണ്ണുകുട്ടി ആയിരിക്കും. അങ്ങോട്ട് നടക്കിടാതെ. കൊണ്ടുവാ. അവിടെ നിർത്ത്. എന്താ? ക്ടാവിനോടാണോ? ഞാൻ നാൽക്കാലികളോട് സംസാരിക്കാറില്ല.
എന്നാ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. താൻ കാര്യം പറയടോ. കണ്ടില്ലേ, ആ ഡോക്ടർ ചികിത്സിച്ച് ഈ പരുവത്തിലാക്കി. ഡോക്ടറുടെ ചികിത്സക്ക് എന്താ ഒരു കുറവാ? കുത്തിവെച്ച് ഈ കിടാവിന് വാദം വന്നു. അയാള് പ്രസിഡന്റിന്റെ പശുവിനെ നേരെ ചൊവ്വേ നോക്കുമായിരിക്കും, പക്ഷെ നാട്ടുകാർക്ക് മതിയായി. അത് പറയാം, നീ അറിയാം. അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പകരം വേറെ ഡോക്ടറെ കൊണ്ടുവരണം. ഒരുത്തരെ കൊണ്ടുവന്ന പാടം എനിക്കറിയാം. പോയി പഴി നോക്കണോ. ഒന്നുകിൽ അയാൾ ചികിത്സിച്ച് ഭേദമാക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ മുറ്റത്ത് നിന്ന് ചാവട്ടെ. മുറ്റത്ത് നിന്ന് ചാകാൻ ഇതെന്താ പഞ്ചായത്ത് തൊഴുത്താണോ? കേട്ടില്ലേ, ഈ പഞ്ചായത്ത് തന്നെ ഒരു പശു തൊഴുത്താക്കിയ ആളാ. എരപ്പേ, ഈ മുറ്റത്ത് വന്ന് എന്തും പറയാവുന്നായോ? ആണുങ്ങളെ പോലെ ചവിട്ടി ഇറക്ക് പ്രസിഡന്റ്. മിണ്ടാണ്ടിരുന്നല്ലേ ഈ മുറ്റത്ത് കിടന്ന് പുഴുത്ത് ചാവന്റെ കിടാവേ. എന്റെ ഭഗവതി, തിരുമറ്റത്ത് വന്നു പ്രാഗ്ന കണ്ടില്ലേ? എന്നാ നീ മുറ്റത്ത് ഇറങ്ങി ചാവണ്ട, അകത്ത് പോയി മെത്തേലോട്ട് കിടന്ന് ചാവ്. ആരും എന്റെ പ്രസിഡന്റ് എന്താ ഇത്? ഈ വയസ്സുകാലത്ത് ആ തള്ളക്കിട്ട് ചവിട്ടോട്. പ്രഥമ വരുന്ന മര്യാദ പാലിക്കണം. എന്റെ വീട്ടില് പൊയ്ക്കോ. അവന്റെ ഒരു എടുത്താ തൽക്കാലം ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഓർത്തോ, പ്രസിഡന്റിനെതിരെയുള്ള ഞങ്ങൾ സമരം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടു കാണിക്കാം. ഇവളോടാ. ഇങ്ങനെ വാമേ. സാർ, എന്താ യോട്ടീസ് ഇവിടെ? ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ കാത്തുനിന്നത്. വളരെയധികം ആലോചിച്ച ശേഷം ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഒരു രണ്ടാം കെട്ടായതുകൊണ്ട് എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കൂല. അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. തിങ്കളാഴ്ച 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വരണം. മറക്കില്ലല്ലോ? കുമാരി പോട്ടെ. അമ്മുക്കുട്ടി ആ, വരുന്ന വഴിയാ? അല്ല, പോണ വഴിയാ വീട്ടിലേക്ക്. ഞാനും അതെന്നെ ഉദ്ദേശിച്ചേ. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. എന്തോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശ. സിംഗപ്പൂരിൽ വെച്ച് കോടികൾ സമ്പാദിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ പച്ച പിടിച്ച ഗ്രാമങ്ങളാ. ഇനി തിരിച്ചെന്നാ പോന്നേ? ആര്? അമ്മാവൻ. അയ്യോ, നല്ല കോള്, തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റിയും ഉള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം? സിറ്റിയൊക്കെ മടുത്തു, സഹിച്ചൂടാ. അതെന്താ? കംപ്ലീറ്റ് കള്ളന്മാരല്ലേ. ആ, അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അയ്യേ, ഞാൻ സ്കൂളിലൊന്നും അല്ല, കോളേജിലാ പഠിക്കുന്നത്. അതെ, സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്കൂൾ മീൻസ് സ്റ്റഡി ചെയ്ത സ്ഥലം. ആട്ടെ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എങ്ങനെയുണ്ട്? എന്തിനാ അമ്മുക്കുട്ടി ചിരിക്കണേ? ഞങ്ങൾ ഈ ഗ്രാമവും ടൗണും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങള് പലതും ഉണ്ടാവും, അതൊക്കെ നാളെ പറയാം. പ്രഷറൊക്കെ ഉള്ളതല്ലേ, എന്തിനാ വെറുതെ വെയിലും കൊണ്ട് നടക്കണേ? വന്ന് കേറ്. പ്രഷർ ഉണ്ട്, എന്നാലും നടക്കുന്നത് ഒരു പ്ലഷർ അല്ലേ അല്ലേ അമ്മൂട്ടി? അമ്മ വന്ന് കേറ്. വേണ്ട, ഞങ്ങൾ നടന്നോളാം. അമ്മാവന് നടക്കാനാ ഇഷ്ടം? അതെ. എന്നാ നടന്നോളൂ. അമ്മുക്കുട്ടി വന്ന് കേറു. വേണ്ട, ഞാൻ തന്നെ വന്നേക്കാം. അമ്മൂട്ടി പോയിക്കോളൂ. അമ്മൂട്ടി വരൂ. അമ്മൂട്ടി വന്ന് കേറു. ഞാൻ പോട്ടെ. ഓക്കെ. അമ്മൂട്ടി, ഇനി ഞാൻ വന്ന് കേറാഞ്ഞിട്ട് നിനക്കൊരു വിഷമം വേണ്ട. എന്റെ ഈവനിങ് ബാക്കി ഞാൻ 9 മണിക്ക് ശേഷം ആയിക്കോളാം. നിനക്ക് വിരോധമില്ലല്ലോ, വിട്ടോളൂ. വാ. എടാ പെരട്ട വേലായുധാ, ആ കുട്ടിയോടോ അവരുടെ വീട്ടുകാരോടോ നീ സംസാരിച്ചു എന്നറിഞ്ഞ അന്ന് നിന്റെ കുഞ്ഞിക്കഴുത്തി ഞാൻ നീരുവരുത്തും. ബ്യൂട്ടിഫുൾ ഗേൾ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട്. 4-5 പെങ്ങന്മാര് നിനക്ക് ഉണ്ടായിരുന്നില്ലടാ. പറഞ്ഞിട്ട് വരല്ല, ഇതാണ് പെങ്ങള്. അങ്ങനെ ആയിപ്പോയി. പ്രിയപ്പെട്ട മുത്തശ്ശനും അമ്മയ്ക്കും ഉഷയ്ക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. കത്തെഴുതാൻ വൈകിപ്പോയി എന്നൊരു പരിഭവം അമ്മയ്ക്കും മുത്തശ്ശനും ഉണ്ടാവും ഇല്ലേ? എനിക്ക് എത്രയും വേഗം ജോലി ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വലിയ പെരുമ്പിലാവിൽ ഉണ്ണിക്കണ്ണൻ നായരെ എന്റെ അന്വേഷണം അറിയിക്കുവാൻ അമ്മുവിനോട് പ്രത്യേകം പറയണം. അവളെ തട്ടിക്കൊണ്ടുപോരാൻ ഈ പപ്പൻ വരുന്നുണ്ട്. പപ്പേട്ടന്റെ വീമ്പ് പറച്ചിൽ ഇനിയും തീർന്നിട്ടില്ലല്ലേ? അച്ഛനോടുള്ള വാശി ഇനിയെങ്കിലും കളയണം കേട്ടോ. പപ്പേട്ടന്റെ ജോലി വേഗം ശരിയാകും. കഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മുന്റെ പപ്പേട്ടൻ എന്നാ വരിക? അമ്മു കാത്തിരിക്കും.
അച്ഛന്റെ മനസ്സ് മാറാനും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ജോലി ശരിയായാൽ പിന്നെ അച്ഛൻ എതിരൊന്നും പറയില്ല. SI അമ്മാന്റെ കൂടെ കൂടി വഷളായി പോവല്ലേ സ്വന്തം അമ്മക്കുട്ടി. എന്താ ലേറ്റായത്? അത് ബസ്, ട്രെയിൻ, ക്ഷേത്രത്തിലൊക്കെ പോയി. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു, ഇനി ഒപ്പിട്ടാ മതി. വരൂ വരൂന്നേ. എത്തിയിട്ടുണ്ട്. ആ എത്തിയോ? നമസ്കാരം സാർ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. സാക്ഷി, ഇത് സാക്ഷി കടത്തിൽ ഒപ്പിട്ടീച്ചത്? വരം നേരത്തെ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ. ചതിച്ചു കുമാരി. ഇല്ലച്ചാ, ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മുറപ്പെണ്ണിന്റെ പേരും പറഞ്ഞ് പാവം സ്വന്തം മോന് ബ്രഹ്മ വയ്ക്കാൻ നോക്കിയില്ലേ സാറേ? പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് സാറിന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. ആരോ മിണ്ടണ്ട. എന്നോട് ക്ഷമിക്കണം അമ്മാവ. അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞാനാണ് മാപ്പ് പറയേണ്ടത്. നന്നായി വരും മക്കളെ. താങ്ക് യു. വണ്ടി വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടിട്ട് നന്നാക്ക് ഡോക്ടറെ. വഴിയിലിട്ടാണോ പണിയുന്നത്? വണ്ടിന് കാൽക്കടാ. ചൂടാവുന്നു. എന്താടാ ഇയാള് വഴി മുഴുവൻ വിലക്കെടുത്തിരിക്കാണോ? ഇയാളുടെ മൂട്ടായിരുന്നോ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടി പോണ്ടേ? റോഡ് മുഴുവൻ നിന്റെ അച്ഛൻ കുറുപ്പിന് സ്ത്രീധനം കിട്ടിയ വകയാ. ഓടെ കുഴിയാനെ. എന്റെ തന്തയ്ക്ക് പറഞ്ഞല്ലോ. തന്തക്കല്ല തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കം വരുന്നു. നിന്നെ കുറച്ച് നാളായി ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. പേപ്പട്ടി കുത്തിക്കണ മരുന്ന് കുത്തി നിന്നെ കൊല്ലി ഞാൻ. ഇതിന് പ്രതികാരം എന്റെ പേര് സൊസൈറ്റി എന്നെ പറ്റി അറിയില്ല നിനക്ക്. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. പോട പട്ടിയെ മൂനി. അമ്മു, ഡോക്ടർ എന്താ ഇവിടെ? ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി. പേ ഉണ്ടോന്നൊരു സംശയമുണ്ട്. അത് പോയി നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഡോക്ടറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്ക് ചെറിയൊരു തകരാറ്. പിന്നെ അമ്മു, ഡോക്ടർ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ? ഡോക്ടർ അല്ലേ, പിന്നെന്താ വിളിച്ചാല്? പതി പശു തെറ്റിതട്ട എനിക്ക്. പശുപതി എന്ന് വിളിച്ചോളൂ. എന്നാലും ഡോക്ടർ ഒന്നും വേണ്ട. അയ്യോ, പ്രായമായ ആൾക്കാർ പേരെടുത്ത് വിളിക്കാനോ? അമ്മയും മുത്തശ്ശിയും ഒന്നും കേൾക്കണ്ട. എന്റെ മനസ്സ് എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കുകയല്ലല്ലോ വിളിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ എട്ടാന്ന് വിളിച്ചോളൂ. വിളിക്കൂ. ആ, വിളിക്കാം. താങ്ക് യു. ഒരു ദിവസം ഞാൻ മലേഷ്യയിലേക്ക് അമ്മൂട്ടിയെ കൊണ്ടുപോകാം. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. പിന്നെ ഇന്നലെ അമ്മാവൻ എന്തു പറഞ്ഞു? നല്ല അമ്മാവനാ, ഒത്തിരി തമാശ പറയും. എനിക്കിഷ്ടായി. ഈ ജോക്കറിന്റെ ഒക്കെ പോലെ ഒരു ഡ്രസ്സുകൾ ഇട്ട് നടക്കും. എനിക്ക് ഇഷ്ടമല്ല അത്. സിംഗപ്പൂരിലെ ഫാഷൻ അത്രേ. കുട്ടി പറഞ്ഞില്ലേ നല്ല തമാശയാണെന്ന്. എന്നീന്ന് കടം മേടിച്ചു കൊണ്ടുപോണ തമാശകളാണ് കുട്ടിയോട് പറയണത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. ഓ, പിന്നെ അമ്മാവന്റെ കാര്യം വലിയ സങ്കട. ധാരാളം സ്വത്തുണ്ട്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് സമയമായിട്ടില്ല ഏട്ടാ. കല്ലെടുത്തെറിയുന്നു. ആര്? പ്രായമായ പെമ്പിളരെ വഴിയടക്കാൻ സമ്മതിക്കില്ല. എന്റെ സൈക്കിൾ പശുവിനെ ചിറ്റിച്ച് ചികിത്സിക്കാൻ വന്ന പശുവിനെ ചിറ്റിച്ച് മതി. ആനന്ദൻ അവന്റെ സൈക്കിൾ എടുത്തെറിഞ്ഞേ. എറിഞ്ഞതല്ല, അവൻ എന്നെ കൊണ്ട് എറിയിപ്പിച്ചതാ. എറിയോ അല്ലയോ? നീ ആരാടാ ചോദിക്കാൻ? എന്താ വെച്ചു മോളെ? പിന്നെ ഇയാളോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഡോക്ടറാണെന്ന് വെച്ച് ഓക്കണം കൊട്ട് ആൺകുട്ടികളോട് കളിച്ചാൽ അടിച്ച് ഷേപ്പ് മാറ്റും. വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കടാ. എന്ത് ചെയ്യണോ? വണ്ടി കയറ്റി കൊല്ലു ഞാൻ. കളരി അഭ്യാസം പഠിച്ച തറവാട്ടുകാരാ, സൂക്ഷിച്ച് കളിക്കണം. അതിൽ തല അരിഞ്ഞിടും. എങ്കിൽ കളരി മുറ തന്നെ കാണാം. സെൻട്രൽ ഗവൺമെന്റിന്റെ തീവണ്ടി തടഞ്ഞ ആൺകുട്ടിയാടോ ഇത്? ഇത് ഞങ്ങൾക്ക് പുല്ലാണ്. അതെ,
കേറ്റ് ആ. കേറ്റ് കേട്ടു ഞാൻ ആ. അമ്മാവൻ കേട്ടോ കേട്ടടാ കേട്ട് കേട്ട് കേട്ട്. ആ, ധൈര്യമുണ്ട്, പോടാ അവിടെ. കേട്ട്. ധൈര്യമുണ്ടോ നോക്കട്ടെ. ആ. കേറ്റ് റെഡി കേറ്റടാ കേറ്റില്ലേ നീ ആരാടാ പുറകോട്ട് പോകുന്നത്? വണ്ടി പുറകോട്ട് പ്രതിപക്ഷൈക്യം സിന്ദാബാദ്. ഉത്പലാക്ഷൻ 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 ഉത്പലാക്ഷൻ. പശുപതിയല്ല എനിക്ക് ഏത് എരുമപ്പൊലി വന്നാലും ശരി ഞാൻ ഓട്ടിക്കും. ആ, അതാ നമ്മുടെ നേതാവിന്റെ കാര്യം. പശുപതി പിന്നെ